വെൽക്കം ടു യശോധൈജു പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി റണ്ണായിക്കൊണ്ടിരിക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെത്, പിന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ, പിന്നെ മൂന്നാമത്തേത് മൈക്രോബയോളജിസ്റ്റ് എക്സാമിൻ്റെ. അപ്പോൾ 3 കോഴ്സിൻ്റെയും ക്ലാസ്സുകൾ യൂട്യൂബിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാം സിലബസ് കയ്യിൽ ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ സിലബസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ 2 പരീക്ഷകളുടെ സിലബസ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ എത്രയും വേഗം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സിലബസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എക്സാം മിക്കവാറും ജൂണിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു 2 മാസം മാത്രമേ കഷ്ടിച്ച് പഠിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേഗം തന്നെ ക്ലാസ്സുകളൊക്കെ ടെൻറ്റേറ്റീവ് സിലബസിൻ്റെ രീതിയിൽ അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അവസാന നിമിഷം ആകുമ്പോഴത്തേക്കും നമ്മുടെ ടൈം പ്ലാനും നമ്മൾ ചിലപ്പോൾ ഒരു എക്സാമിന് മാത്രമായിരിക്കത്തില്ല പഠിക്കുന്നത്, പല എക്സാംസിന് പഠിക്കുന്നവരുണ്ടാവും. പിന്നെ ഈ ടെക്നിക്കൽ എക്സാംസ് വിട്ടിട്ട് ജനറൽ എക്സാംസ് ഇപ്പം ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, LDC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി പഠിക്കുന്നവരും ഉണ്ടാവും. സോ എല്ലാവർക്കും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലർക്കൊക്കെ ഒരു ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് സംഭവിക്കുമ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ആ ക്ലാസ്സുകൾ എവിടെയെങ്കിലുമൊക്കെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് പഠിച്ചെടുക്കാനൊക്കെ പ്രയാസമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനും അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിനുമാണ് ഈ റിവിഷൻ ബാച്ച് വരുന്നത്. എക്സാം എന്നാണോ അതുവരെ നമ്മുടെ ബാച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ഈ ഒരാഴ്ച മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. ഈ വരുന്ന ഞായറാഴ്ച 6 മണിയോടുകൂടി, വൈകുന്നേരം 6 മണിയോടുകൂടി അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ഒരു ബാച്ചിൽ 50 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കാരണം നമുക്ക് എന്നാൽ മാത്രമേ അവർ ഡെയിലി എക്സാം ഇടാനും അതുപോലെ കൃത്യമായിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ടെലഗ്രാം കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ഡെയിലി ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ സാധാരണ വീക്കിലേക്കാണ് നമ്മൾ ഒരു ബൾക്കായിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷേ നമ്മൾ ഇതിപ്പോൾ റിവിഷൻ ബാച്ച് ആയത് കാരണം ഡെയിലി സ്റ്റഡി പ്ലാൻ എല്ലാ ദിവസവും ഒരു കുറച്ച് ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഡെയിലി എക്സാംസ് ഉണ്ട്. ഓരോ മാസത്തിലും PSCയുടെ മാതൃക PSC എങ്ങനെയാണ് പരീക്ഷ നടത്തുന്നത് അതേ മാതൃകയിൽ 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് ഡെയിലി അസസ്മെൻറ്റും ആ ഒരു സ്ട്രിക്റ്റ് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്കൊരു സപ്പോർട്ട് വേണം, എന്നെ കൃത്യമായിട്ടൊന്ന് ബാക്കിൽ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം എന്ന് ഉള്ള, അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം, എനിക്ക് ഷോർട്ട് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെടണം, റാങ്കിൻ്റെ ആദ്യ നിരകളിൽ തന്നെ വരണം, ഞാൻ നല്ലോണം എഫേർട്ട് ഇടുന്ന ഒരാളാണ്, എനിക്കൊരു സപ്പോർട്ട് മാത്രം മതി എന്നുള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. കാരണം നമ്മളിവിടെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിൽ നൽകുന്ന ഈ ക്ലാസ്സുകളേ ഉള്ളൂ. പക്ഷേ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് തരും. റീഡബിൾ മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന തിങ്കളാഴ്ച 18-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ 8330871317 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക ഫീസ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ഗ്രൂപ്പിലോട്ട് നിങ്ങളെ എന്ത് ചെയ്യാണ് ഉടനെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് വിടുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ റിവിഷൻ ബാച്ച് വരുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് 500 രൂപയും അതുപോലെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 399 രൂപയുമാണ്. മൈക്രോബയോളജിസ്റ്റ് എക്സാമിൻ്റെ സിലബസിൽ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നിൽക്കുന്നത് കാരണമാണ് ഇതുവരെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഇനിയിപ്പോൾ മൈക്രോബയോളജിസ്റ്റിൻ്റെ സിലബസ് വരുമ്പോൾ ഏകദേശം നമ്മളിപ്പോൾ റിവിഷൻ ബാച്ചായിട്ട് തുടങ്ങിയാലും നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഒരു ആശ്വാസകരമായ സിലബസാണ് വരുന്നതെങ്കിൽ നമ്മളപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അതും ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മീഡിയയാണ്, അല്ലേ? നമ്മൾ കൾച്ചർ മീഡിയ അല്ലെങ്കിൽ ഗ്രോത്ത് മീഡിയ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മീഡിയ എന്താണെന്നുള്ളത് അറിയായിരിക്കും. നിങ്ങൾ മീഡിയയിൽ മൈക്രോ ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മീഡിയയ്ക്ക് മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ബേസിക്കലി കുറേ ന്യൂട്രിയൻസ് ഉള്ള ഒരു സംഭവമാണ്, അല്ലേ? പിന്നെ ഒരു കമ്പോസിഷനാണ്. പിന്നെ മീഡിയ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആയിട്ടുണ്ട്, സെമി സോളിഡ് ആയിട്ടുണ്ട്, പിന്നെ ജെൽ ടൈപ്പ്, അല്ലെ ജെല്ലി സോളിഡ് ടൈപ്പിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ടൈപ്സ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞൊരു ഏരിയ നമുക്കിപ്പോൾ സിലബസ് വരുമ്പോൾ തീർച്ചയായിട്ടും മൈക്രോബയോളജിസ്റ്റ് എക്സാമിനുണ്ടാവും. കാരണം ഇതിനകത്തു നിന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു മീഡിയ ഒരു മീഡിയ ലിക്വിഡാണ്, സെമി സോൾട്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കരുത്. നമുക്കിപ്പോൾ സെലക്റ്റീവ് മീഡിയ, എൻറിച്ച്ഡ് മീഡിയ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയ അത് സെലക്റ്റീവ് ആണോ, അത് എൻറിച്ച്ഡ് ആണോ, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരു സെലക്റ്റീവ് മീഡിയ തന്നിട്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി കൾച്ചറിങ് ഓഫ് എന്ത് ഓർഗനിസം, ഓക്കെ, അങ്ങനെ ചോദ്യം വരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു
ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. ബേസിക്കായിട്ട് ഒന്നും വരത്തില്ല. ബേസിക്കായിട്ടുള്ളത് നമുക്ക് നമ്മൾ ജസ്റ്റ് ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇവിടെ നോക്കേണ്ടത് ഒരു മീഡിയയും അതിൻ്റെ പർപ്പസും, അത് എന്ത് ഓർഗനൈസത്തിന് വേണ്ടിയിട്ടാണ് പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മീഡിയയിലോട്ട് പോവാം. നമ്മൾ സാധാരണ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ബാക്ടീരിയനെയും ഫംഗസിനെയും ആൽഗേനെയും പ്രോട്ടോസോവനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൈറസസിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ലൈവായിട്ടുള്ള ഹോസ്റ്റ് സെല്ലുകളെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ മീഡിയ എന്ന് പറയുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. മൂന്നായിട്ട് മീൻസ് അവരുടെ 3 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഓരോ മീഡിയകളുടെയും ഫിസിക്കൽ സ്റ്റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ അവരുടെ കെമിക്കൽ കമ്പോസിഷൻ, ഓരോന്നിനകത്തും വന്നിരിക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ് അത്. പിന്നെ ഉള്ള എന്താണ് അവരുടെ ഫങ്ഷണൽ ടൈപ്പ്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മീഡിയനെ കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മീഡിയത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ്, ആ ഒരു ഫിസിക്കൽ ടൈപ്പ് ഏത് രീതിയിലാണ് അവരിയ്ക്കുന്നത്. ലിക്വിഡായിട്ടുള്ളവരുണ്ട്, സെമി സോളിഡ് ആയിട്ടുള്ളവരുണ്ട്, സോളിഡ് ആയിട്ടുള്ളവരുണ്ട്. പിന്നെ സോളിഡിൽ തന്നെ 2 പേര്. സോളിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ലിക്വിഡ്. ഒന്നുകിൽ അവരെ ലിക്വിഡാക്കി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സോളിഡിനെ കനോട്ട് ബി ലിക്വിഫൈഡ്. പിന്നെ അവരെന്താണ് ലിക്വിഫൈ ചെയ്യാൻ പറ്റാത്ത സോളിഡ് മീഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിൽ പറയുന്നത്. ഇനി കെമിക്കൽ കമ്പോസിഷൻ എന്താണ്? ടൈപ്പ് ഓഫ് കെമിക്കൽസ് മീഡിയം കണ്ടെയ്ൻസ്. മീഡിയത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കലിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം? സിന്തറ്റിക് എന്നും അതുപോലെ നോൺ സിന്തറ്റിക് എന്നും തിരിക്കാം. ഇവരുടെ മറ്റു പേരുകൾ കൂടി നോക്കി വയ്ക്കുക. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ കെമിക്കലി ഡിഫൈൻഡും, നോൺ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ കോംപ്ലെക്സ് അല്ലെങ്കിൽ എന്താണ് നോട്ട് കെമിക്കലി ഡിഫൈൻഡ്. ഇവരാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ അടുത്ത് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ ടൈപ്പാണ്. അതായത് പർപ്പസ് ഓഫ് മീഡിയം നോക്കിയേ, സം മീഡിയ ക്യാൻ സെർവ് മോർ ദാൻ 1 ഫംഗ്ഷൻ അല്ലേ. ചില മീഡിയയ്ക്ക് ഒരു ഫംഗ്ഷൻ അല്ല കൂടുതൽ ഫംഗ്ഷൻസ് അവർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ മീഡിയം സച്ച് ആസ് ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ഈസ് ജനറൽ പർപ്പസ് ആൻഡ് എൻറിച്ച്ഡ്. ഓക്കെ, അതായത് ബ്രെയിൻ ഹാർട്ട് BHI മീഡിയം യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവും ഇതിനകത്ത്. ഫുഡ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും BHI മീഡിയം, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ജനറൽ പർപ്പസ് മീഡിയം ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻറിച്ച്ഡ് മീഡിയം. ഓക്കെ, ഇനി അതുപോലെ മാനിറ്റോൾ സോൾട്ട് അഗർ MSA എന്തിനാണ്? അതൊരു സെലക്റ്റീവ് മീഡിയമായിട്ട് യൂസ് ചെയ്യാം, ഡിഫറൻഷ്യൽ മീഡിയമായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ ബ്ലഡ് അഗാർ എന്താണ്? ബോത്ത് എൻറിച്ച്ഡ് ആൻഡ് ഡിഫറൻഷ്യൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മീഡിയനെ ജനറൽ പർപ്പസ് മീഡിയം എന്ന് പറയാം, എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയാം, സെലക്റ്റീവ് മീഡിയം എന്ന് പറയാം, ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയാം. പിന്നെ എനൈറോബിക് ഗ്രോത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന എനൈറോബിക് കൾച്ചർ മീഡിയ ഉണ്ട്. ദെൻ സ്പെസിമെൻ ട്രാൻസ്പോർട്ട് മീഡിയ ഉണ്ട്, അസേ മീഡിയ ഉണ്ട്, എന്യൂമറേഷൻ മീഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ബേസ് ലെവലിൽ പറയുകയാണെങ്കിൽ മീഡിയനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങളിപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാം ലിക്വിഡ്, സെമി സോളിഡ്, സോളിഡ്. അല്ല ഇതിനിപ്പോൾ അതിൻ്റെ കമ്പോസിഷൻ ബേസിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അത് സിന്തറ്റിക്കും നോൺ സിന്തറ്റിക്കും ആണെന്ന് പറയാം. അല്ല ഇനി ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും തരത്തിലും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മീഡിയ വെച്ചിട്ട് ലിക്വിഡ് മീഡിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ലിക്വിഡ് മീഡിയ എന്താണ്? ലിക്വിഡ് മീഡിയ ആർ ഡിഫൈൻഡ് ആസ് വാട്ടർ ബേസ്ഡ് സൊല്യൂഷൻസ് ദാറ്റ് ഡു നോട്ട് ലിക്വിഡിഫൈ അറ്റ് ടെമ്പറേച്ചേഴ്സ് above freezing and that tend to flow freely when the container is tilted. ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഫോമിൽ ഇരിക്കുകയാണല്ലേ. നമ്മൾ ഒരു എന്താണ് ടെസ്റ്റ് ട്യൂബിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഫ്ലോവി നേച്ചർ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വെള്ളം ആയിരിക്കത്തില്ല, കുറേ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു മീഡിയ. അത് വെള്ളം പോലെ സൊല്യൂഷൻ ടൈപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതാണ് ലിക്വിഡ് മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ലിക്വിഡ് മീഡിയത്തിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്? ബ്രോത്ത് എന്ന് പറയാറുണ്ട് അല്ലേ. ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാക്ടോസ് ബ്രോത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ബ്രോത്ത് എന്ന് നമ്മൾ പറയും. പിന്നെ മിൽക്ക് എന്ന് പറയും, മിൽക്സ് എന്ന് പറയും, ചില ഇൻഫ്യൂഷൻസ് എന്ന് പറയും. ചില ലിക്വിഡ് മീഡിയനെ നമ്മൾ ഇൻഫ്യൂഷൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയൻ്റെ ഇങ്ങനത്തെ ബ്രോത്ത്, മിൽക്ക്, ഇൻഫ്യൂഷൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പിനകത്ത് വരുന്നവരാണ്? ദീസ് ആർ ലിക്വിഡ് മീഡിയ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ്? ആർ മെയ്ഡ് ബൈ ഡിസോൾവിങ് വേരിയസ് സൊല്യൂട്ട്സ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടറിൽ പലതരത്തിലുള്ള സൊല്യൂട്ടുകളെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാക്കുന്നവരാണ് ഈ പറയുന്ന ലിക്വിഡ് മീഡിയ എല്ലാം.
ഇനി ഗ്രോത്ത് occurs throughout the container and can then present as dispersed cloudy or flaky appearance. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് പെട്രി ഡിഷിലൊക്കെ നമ്മൾ ഒരു ജെൽ ഫോമിലുള്ള ന്യൂട്രിയൻ്റ് അഗാറിലൊക്കെയാണ് അല്ലെങ്കിൽ ബ്ലഡ് അഗാറിലൊക്കെയാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കോളനീസ് ആയിട്ടായിരിക്കും ബാക്ടീരിയനെ കിട്ടുന്നത്, കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ ലിക്വിഡ് മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും അവരുടെ ഗ്രോത്ത് നമുക്ക് വിസിബിൾ ആവുക? ഒന്നുകിൽ ഡിസ്പേഴ്സ്ഡ് ഗ്രോത്ത് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ക്ലൗഡി ഗ്രോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്ലേക്കി അപ്പിയറൻസ് ആയിരിക്കും അല്ലേ. അതൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, ഒരു ലിക്വിഡ് മീഡിയക്കകത്ത് ഇവരുടെ ഗ്രോത്ത് വന്നു എന്ന് കാണിക്കുന്നത് ഡിസ്പേഴ്സ്ഡ് ഫോമിലോ ക്ലൗഡി ഫോമിലോ ഫ്ലേക്കി അപ്പിയറൻസിലോ ആയിരിക്കും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലബോറട്ടറി മീഡിയമാണ് ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത്. അതിനകത്ത് ബീഫ് എക്സ്ട്രാക്റ്റും പെപ്റ്റോണും വാട്ടറിൽ ഡിസോൾവ് ചെയ്തൊരു ഒരു മീഡിയയാണ് ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത്. ഇനി മറ്റ് എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് മീഡിയ ആർ എന്തൊക്കെയാണ്? മെഥിലിൻ ബ്ലൂ മിൽക്ക്, ലിറ്റ്മസ് മിൽക്ക് ദാറ്റ് കണ്ടെയ്ൻ ഹോൾ മിൽക്ക് ആൻഡ് ഡൈസ്, ദെൻ ഫ്ലൂയിഡ് തയോഗ്ലൈക്കൊലേറ്റ്. ഈ ഫ്ലൂയിഡ് തയോഗ്ലൈക്കൊലേറ്റ് ഒക്കെ നമ്മൾ ഫുഡ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയയാണ്. അപ്പോൾ ഫ്ലൂയിഡ് തയോഗ്ലൈക്കൊലേറ്റ് ഈസ് എ സ്ലൈറ്റ്ലി വിസ്കസ് ബ്രോത്ത് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് പാറ്റേൺസ് ഓഫ് ഗ്രോത്ത് ഇൻ ഓക്സിജൻ. ഇനി അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക, ലിക്വിഡ് മീഡിയക്കകത്ത് എക്സാമ്പിൾസ് ആണ് ഇവരൊക്കെ വരുന്നത്. ഇനി ഓർഡിനറി റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ സെമി സോളിഡ് മീഡിയ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ലിക്വിഡ് മീഡിയ കഴിഞ്ഞു, ഇനി സെമി സോളിഡിലോട്ട് പോവുകയാണ്. സെമി സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ എക്സിബിറ്റ് എ ക്ലോട്ട് ലൈക്ക് കൺസിസ്റ്റൻസി. അവർ ലിക്വിഡും അല്ല എന്നാൽ സോളിഡും അല്ല, അങ്ങനത്തെ ഒരു ക്ലോട്ട് പോലെ ഇരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നവരാണ്. ജസ്റ്റ് ഇങ്ങനെ ക്ലംഡ് ആയിട്ട് കിടക്കും സെൽസ്. സെൽസ് അല്ല, നമ്മുടെ ബ്രോത്ത് എന്ന് നമുക്ക് ബ്രോത്ത് എന്നും പറയാൻ പറ്റത്തില്ല. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് മീഡിയ ആവും. ഞാൻ പറയുകയാണ് നമ്മുടെ മീഡിയ ക്ലോട്ടായിട്ട് കിടക്കുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് സെമി സോളിഡ് മീഡിയ എന്ന് പറയുന്നത്. ഫിഗർ 3.15 കാണിച്ചിട്ടുണ്ട് കേട്ടോ. 3.15 സെമി സോളിഡ് മീഡിയ കാണിച്ചിട്ടുണ്ട്, ദാ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെമി സോൾഡല്ലേ പറഞ്ഞ. പിന്നെ എന്താണ് ഇതിനിങ്ങനെ ക്ലോട്ട് ലൈക്ക് കൺസിസ്റ്റൻസി വരാൻ കാരണം ബിക്കോസ് ദേ കണ്ടെയ്ൻ ആൻ എമൗണ്ട് ഓഫ് സോൾഡിഫയിങ് ഏജൻറ്റ് അഗാർ ഓർ ജെലാറ്റിൻ ദാറ്റ് തിക്കൻസ് ദം ബട്ട് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ ഫേം സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ജെല്ല് കണക്കിനുള്ള ഒരു ജസ്റ്റ് സോൾഡിഫയിങ് ഏജൻറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ജെല്ലിങ് നേച്ചർ വരുന്നേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു ഫേം ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് അവർ കാണത്തില്ല. സെമി സോളിഡ് മീഡിയ ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ ആൻഡ് ടു ലോക്കലൈസ് എ റിയാക്ഷൻ അറ്റ് എ സ്പെസിഫിക് സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ യൂസ് ബാക്ടീരിയൽ മോട്ടിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെമി സോളിഡ് മീഡിയ യൂസ് ചെയ്യാം. അതുപോലെ ഒരു സ്പെസിഫിക് സൈറ്റിലെ ഒരു റിയാക്ഷനെ ലോക്കലൈസ് ചെയ്യാനും നമുക്ക് ഈ സെമി സോളിഡ് മീഡിയ യൂസ് ചെയ്യാം. അപ്പോൾ ഈ മോട്ടിലിറ്റി ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സെമി സോളിഡ് മീഡിയക്കകത്തോട്ട് സ്റ്റാബിങ് ആണ് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഇനോക്കുലേഷൻ ലൂപ്പ് വെച്ചിട്ട് കുത്തുകയാണല്ലേ ചെയ്യുന്നത്. ജസ്റ്റ് മീഡിയത്തിൽ എന്ത് ചെയ്യണം? സ്റ്റാബിങ് ആണ് ചെയ്യുന്നത് ഇൻ ദി സെൻറ്റർ വിത്ത് ആൻ ഇനോക്കുലേറ്റിംഗ് നീഡിൽ ആൻഡ് ലേറ്റർ ഒബ്സർവ്ഡ് ഫോർ ദി പാറ്റേൺ ഓഫ് ഗ്രോത്ത് അറൗണ്ട് ദി സ്റ്റാബ് ലൈൻ. അപ്പോൾ നമ്മൾ ആ സ്റ്റാബ് ചെയ്ത് ആ കുത്തിയ ഭാഗത്തെ ഒരു ലൈൻ ഇങ്ങനെ വീഴുമല്ലേ, അപ്പോൾ അതിൻ്റെ ചുറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ ആ ലൈനിലുള്ള ഗ്രോത്ത് എങ്ങനെയാണ്, ആ ലൈനെ പിന്നീട് നമ്മൾ നെക്സ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് അതിൽ ഗ്രോത്ത് ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളത്. ഇൻ അഡീഷൻ ടു മോട്ടിലിറ്റി, സിം ക്യാൻ ടെസ്റ്റ് ഫോർ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്ഡ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വേണ്ട, നമുക്ക് ഇത്രയും നോക്കാം. സെമി സോളിഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ നമ്മൾ മോട്ടിലിറ്റി മീഡിയ ഒക്കെ എക്സാമ്പിൾ ആണ് എന്നുള്ളത് നോക്കുക. ദെൻ സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പെട്രി പ്ലേറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊരു ഫേം സർഫസ് കൊടുക്കുകയാണ് ഓൺ വിച്ച് സെൽസ് ക്യാൻ ഫോം ഡിസ്ക്രീറ്റ് കോളനീസ് അല്ലേ. ഫേം ആയിട്ടുള്ളൊരു ഒരു സർഫസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാണ്. അതിൽ നമുക്ക് സെല്ലിനെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കോളനി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആൻഡ് ആർ അഡ്വാൻറ്റേജസ് ഫോർ ഐസൊലേറ്റിംഗ് ആൻഡ് കൾച്ചറിങ് ബാക്ടീരിയ ആൻഡ് ഫംഗി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ബാക്ടീരിയനെയും ഫംഗസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാനും കൾച്ചർ ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ ഇവർ രണ്ട് ഫോമിൽ വരുമെന്ന് പറഞ്ഞിരുന്നു, ലിക്വിഫയബിളും നോൺ ലിക്വിഫയബിളും. ലിക്വിഫയബിൾ മീഡിയ എന്ന് പറയുമ്പോൾ അതിനെ സം ടൈംസ് കോൾഡ് റിവേഴ്സിബിൾ സോളിഡ് മീഡിയ അല്ലേ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോളിഡ് ആയിട്ടിരിക്കുന്ന മീഡിയനെ നമുക്ക് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊരു റിവേഴ്സിബിൾ സോളിഡ് മീഡിയ എന്ന് പറയാം.
which contain a solidifying agent that changes its physical properties in response to temperature. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് ഫിസിക്കൽ റെസ്പോൺസ് മാറ്റി മാറ്റി കാണിക്കുന്ന സോൾഡിഫയിങ് ഏജൻറ്റിനെയാണ് നമ്മൾ ലിക്വിഫയബിൾ സോളിഡ് മീഡിയയ്ക്കകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ബൈ ഫാർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ഇഫക്റ്റീവ് ഓഫ് ദീസ് ഏജൻസീസ് അഗാർ. അഗാർ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, ഒരു പോളിസാക്കറൈഡ് ആണ് വിച്ച് ഈസ് ഐസൊലേറ്റഡ് ഫ്രം റെഡ് ആൽഗെ ജെലിഡിയം. അഗാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോളിഡ് മീഡിയ ഉണ്ടാക്കുന്നത്. ദ ബെനിഫിറ്റ്സ് ഓഫ് അഗാർ ആർ ന്യൂമറസ്. എന്തൊക്കെയാണ്? അഗാർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കും. പിന്നെ ഇവർ ബോയിലിംഗ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇവർ മെൽറ്റ് ആവും, അതായത് ലിക്വിഫൈ ആവും. വൺസ് ലിക്വിഫൈഡ് അഗാർ ഡസ് നോട്ട് റീസോൾഡിഫൈ അണ്ടിൽ ഇറ്റ് കൂൾസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ഒരു 42 ഡിഗ്രി സെൽഷ്യസ് വരെയും അവർ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കും. അതിന് താഴോട്ടാവുമ്പോൾ മാത്രമാണ് ഇവർ സോൾഡിഫൈ ആവുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഇനോക്കുലേറ്റഡ് ആൻഡ് പോർഡ് ഇൻ ലിക്വിഡ് ഫോം അറ്റ് ടെമ്പറേച്ചേഴ്സ് 45 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ്. ഈ 45 to 50 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹാൻഡിന് ബെയറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാം, ഈ ലിക്വിഡായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മീഡിയനെ പെട്രി പ്ലേറ്റിലൊക്കെ പോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ ഒരു 45 ഡിഗ്രി സെൽഷ്യസ് താന്ന് 42-ന് താഴോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അവർ സോൾഡിഫൈ ആവും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് പിന്നെന്താണ്, അഗാർ ഫ്ലെക്സിബിൾ ആണ്, മോൾഡബിൾ ആണ്, ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിക് മെട്രിക്സ് ടു ഹോൾഡ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ്. അനദർ യൂസ്ഫുൾ പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റെഡിലി ഡൈജസ്റ്റബിൾ ആൻഡ് ദസ് നോട്ട് എ ന്യൂട്രിയൻറ്റ് ഫോർ മോസ്റ്റ് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ ഇവരുടെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ചില മീഡിയ യൂസ് ചെയ്യുമ്പോൾ ചില സോൾഡിഫയിങ് ഏജൻറ്റിനെയൊക്കെ അവിടെ ആ മീഡിയയിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ കൺസ്യൂം അല്ല, അവർ ജസ്റ്റ് ഡൈജസ്റ്റബിൾ ആക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പക്ഷേ അഗാറിനാണെങ്കിൽ അങ്ങനെ അത് റെഡിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോൾഡിഫയിങ് ഏജൻറ്റ് അല്ല. ഇനി നോക്കിയേ, എനി മീഡിയം കണ്ടെയ്നിങ് 1% to 5% അഗാർ യൂഷ്വലി ഹാസ് ദി വേർഡ് അഗാർ ഇൻ ഇറ്റ്സ് നെയിം. നമ്മൾ 1% മുതൽ 5% അഗാർ വരെയൊക്കെയാണ് നമ്മൾ സോൾഡിഫൈ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളൊരു മീഡിയത്തിന് അഗാർ എന്ന് ചേർത്ത് പറയുന്നത്. ലൈക്ക് ന്യൂട്രിയൻ്റ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ബ്ലഡ് അഗാർ, അല്ലേ? നമ്മൾ അഗാർ എന്നുള്ളൊരു വേർഡ് കൂടി ചേർത്ത് പറയുന്നത് അങ്ങനെയല്ല. അത്രയും സോൾഡിഫൈ ആയിട്ടുള്ള മീഡിയത്തിനെയാണ് നമ്മൾ അഗാർ എന്ന് പറയുന്നത്. അതായത് ഒരു 1% to 5% അഗാറൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു സോളിഡ് നേച്ചർ വരുന്നത്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രിയൻ്റ് അഗാറാണ്. ലൈക്ക് ന്യൂട്രിയൻ ബ്രോത്ത്, ഇറ്റ് കണ്ടെയ്ൻസ് ബീഫ് എക്സ്ട്രാക്റ്റ് ആൻഡ് പെപ്റ്റോൺ. നമ്മൾ ന്യൂട്രിയൻ്റെ ബ്രോത്തിലായിരുന്നെങ്കിൽ ബീഫ് എക്സ്ട്രാക്റ്റും പെപ്റ്റോണും ഡിസ്റ്റിൽഡ് വാട്ടറും ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും, അഗാറും കൂടെ ചേർന്ന് വരുമെന്നേ ഉള്ളൂ. ആസ് വെൽ ആസ് 1.5% അഗാർ, 1.5%, ചിലർ 2% അഗാറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ബേസിക് വാല്യൂ ഓർത്ത് വയ്ക്കുക. 1.5% അഗാർ നമ്മൾ ന്യൂട്രിയൻ ബ്രോത്തിനകത്ത് ഇടുമ്പോഴാണ് നമുക്ക് ന്യൂട്രിയൻ്റ് അഗാറിനെ കിട്ടുന്നത്. ഇനി ജലാറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓൾദോ ജലാറ്റിൻ ഈസ് നോട്ട് നിയർലി ആസ് സാറ്റിസ്ഫാക്ടറി ആസ് അഗാർ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ റീസണബിളി സോളിഡ് സർഫസ് ഇൻ കോൺസെൻട്രേഷൻസ് ഓഫ് 10% to 15%. ദ മെയിൻ ഡ്രോബാക്ക് ഫോർ ജലാറ്റിൻ ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൈജസ്റ്റഡ് ബൈ മൈക്രോബ്സ് ആൻഡ് വിൽ മെൽറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് വാർമർ ടെമ്പറേച്ചേഴ്സ്, ലീവിങ് എ ലിക്വിഡ്. അഗാർ ആൻഡ് ജലാറ്റിൻ മീഡിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോൾഡിഫയിങ് ഏജൻ്റായിട്ട് അഗാർ മാത്രമല്ല ജലാറ്റിനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ 10% to 15% ജലാറ്റിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും. ബട്ട് ദ ഡ്രോബാക്ക് ഈസ് എന്താണ്, ജലാറ്റിനെ മൈക്രോബ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതങ്ങ് മെൽറ്റ് ആവാനും തുടങ്ങും. നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ മെൽറ്റ് ആവത്തില്ലേ, അതുപോലെ ഇതും അങ്ങ് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. അതിൻ്റെ ഫിഗറൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഓക്കെ. 3.16 ഇത് തന്നെ. ഇതിപ്പോൾ ആദ്യം ലിക്വിഡായിട്ടിരിക്കും, പിന്നെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുകയാണെങ്കിൽ എന്താവും, മെൽറ്റ് ആവുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി നോൺ ലിക്വിഫയബിൾ സോളിഡ് മീഡിയനെ നോക്കാം. അവരെന്ത് ചെയ്യത്തില്ല, മെൽറ്റ് ആവത്തേ ഇല്ല. Non-liquefiable solid media that do not melt. They include materials such as rice grains used to grow fungi, cooked meat media good for anaerobes, and egg or serum media that are permanently coagulated or hardened by moist heat. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് ഈ കുക്ക്ഡ് മീറ്റ് മീഡിയയൊക്കെ. നമ്മൾ അനൈറോബിക് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. അത് നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെലറ്റ്സ് പോലെ ഇരിക്കുമല്ലേ, അതിനകത്തൊരു അത് ആക്ച്വലി ഇത് ഓൾറെഡി ഡ്രൈ ഫോമിലിരിക്കുന്ന ഹാർഡായിട്ടുള്ള സോളിഡ് ചങ്ക്സ് ആണ്. അപ്പോൾ അവർ
നോൺ ലിക്വിഫയബിൾ ആണ്. അതായത് നമുക്ക് ഇവരെ ഒന്നും തിരിച്ച് ലിക്വിഡിലോട്ട് ഇപ്പോൾ നമ്മൾ ന്യൂട്രിയൻ്റ് അഗാറൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ആവും. പക്ഷേ ഇവർ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ അവർ മെൽറ്റ് ആവുന്ന ഫോമുകാരല്ല ഈ പറയുന്ന നോൺ ലിക്വിഫയബിൾ സോളിഡ് മീഡിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കുക്ക്ഡ് മീറ്റ് മീഡിയയും ഫംഗസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൈസ് ഗ്രെയിൻസും പിന്നെ എഗ് മീഡിയ അല്ലെങ്കിൽ സിറം മീഡിയയൊക്കെ ഈ പറയുന്ന നോൺ ലിക്വിഫയബിൾ സോളിഡ് മീഡിയയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമ്മളിപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ടുള്ള ടൈപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞു തീർത്തത്. ഇനി നമുക്ക് കെമിക്കൽ കണ്ടൻറ്റ് വെച്ച് നോക്കാം. അപ്പോൾ കെമിക്കൽ കണ്ടൻറ്റിൻ്റെ ബേസിൽ നമുക്ക് മീഡിയനെ പറയാം കെമിക്കലി ഡിഫൈൻഡ് മീഡിയ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയ, പിന്നെ വരുന്നത് കോംപ്ലക്സ് അല്ലെങ്കിൽ നോൺ സിന്തറ്റിക് മീഡിയ ആണ്. അപ്പോൾ ഈ സിന്തറ്റിക് മീഡിയയ്ക്കകത്തെന്ന് പറയുമ്പോൾ ആ മീഡിയയ്ക്കകത്ത് എന്തെല്ലാം പ്യുവർ ന്യൂട്രിയൻസ് പ്രസൻ്റ് ആയിരിക്കും, എന്തെല്ലാം ന്യൂട്രിയൻസ് പ്രസൻ്റ് ആയിരിക്കും, അവരുടെ കംപ്ലീറ്റ് എന്താണ് ആ ഒരു എക്സാക്റ്റ് ഫോർമുല നമുക്ക് അറിയായിരിക്കും. ഓക്കെ, സച്ച് മീഡിയ കണ്ടെയ്ൻ പ്യുവർ കെമിക്കൽ ന്യൂട്രിയൻസ് ദാറ്റ് വേരി ലിറ്റിൽ ഫ്രം വൺ സോഴ്സ് ടു അനദർ ആൻഡ് ഹാവ് എ മോളിക്കുലർ കണ്ടൻറ്റ് സ്പെസിഫൈഡ് ബൈ മീൻസ് ഓഫ് എൻ എക്സാക്റ്റ് ഫോർമുല. ഒരു എക്സാക്റ്റ് ഫോർമുലയിൽ നമുക്കതിന് അതിനകത്ത് ഇത്ര കാര്യങ്ങൾ, ഇത്ര കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്തിൽ, കെമിക്കലി ഡിഫൈൻഡ് മീഡിയയ്ക്കുള്ളിൽ. പക്ഷേ നോൺ സിന്തറ്റിക് അല്ലെങ്കിൽ കോംപ്ലക്സ് മീഡിയ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള കമ്പോണൻസിനെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ചിലപ്പോൾ കുറേ കമ്പോണൻസ് അടങ്ങിയിട്ടുള്ളതിൽ ചിലപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാതെ വരാം. എന്നാൽ പോലും അവർ ഏത് കാറ്റഗറിയിലേ വരത്തുള്ളൂ, നോൺ സിന്തറ്റിക് കാറ്റഗറിയിലേ വരത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു മീഡിയ ആ മീഡിയയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള കുറേ കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ആനിമലിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂസിൻ്റെയോ എന്തെങ്കിലും എക്സ്ട്രാക്റ്റ് നമ്മൾ അതിനകത്തോട്ട് അടങ്ങിയിട്ടുണ്ട്, ആ ഒരു മീഡിയയ്ക്കകത്തോട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സ്ട്രാക്റ്റിനകത്തുള്ള അത്രയും ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. സോ അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ സിന്തറ്റിക് അല്ലെങ്കിൽ കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ the composition of this type of medium cannot be described by an exact chemical formula. Substances that can make it non-synthetic are extracts from animal or plant tissues, including such materials as ground up cells and secretions. Other examples are blood, serum, meat extract, infusions, milk, soybean digest, and peptone. Peptone is a partially digested protein rich in amino acids that is often used as carbon and nitrogen source. Nutrient broth, blood agar and McConaughey agar, though different in function and appearance, are all complex non-synthetic media. ഇവരെല്ലാം എന്താണ്, നോൺ സിന്തറ്റിക് മീഡിയ ആണ് അല്ലെങ്കിൽ കോംപ്ലക്സ് മീഡിയ ആണ്. they present a rich mixture of nutrients for microbes with complex nutritional needs. ഓക്കെ, അതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസ് ആഡപ്പ് ആയിരിക്കും, നമുക്ക് എല്ലാത്തിൻ്റെയും എക്സാക്റ്റ് ഫോർമുല കിട്ടത്തില്ല. പിന്നീട് ഇനി നോക്കാനുള്ളത് മീഡിയ ടു സ്യൂട്ട് എവറി ഫങ്ഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബേസ്ഡ് ഓൺ പർപ്പസ്, സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ നമുക്ക് അങ്ങനത്തെ പർപ്പസ് അനുസരിച്ച് നോക്കാം. മൈക്രോബയോളജിസ്റ്റ് ഹാവ് മെനി ടൈപ്സ് ഓഫ് മീഡിയ അറ്റ് ദെയർ ഡിസ്പോസൽ വിത്ത് ഓക്കെ, ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ അതൊന്നും വേണ്ട. നമുക്ക് ജനറൽ പർപ്പസ് മീഡിയ എന്താണെന്ന് നോക്കാം. General purpose media are designed to grow a broad spectrum of microbes that do not have special growth requirements. Okay, general purpose media എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ മൈക്രോബ്സിനെ ഇതിനകത്ത് കൾച്ചർ ചെയ്യാം. അതായത് എങ്ങനെയായിരിക്കണം, അവർക്ക് പ്രത്യേകിച്ച് ഗ്രോത്ത് റിക്വയർമെൻ്റ് ഒന്നും ഇല്ല എന്നുള്ള ആൾക്കാരൊക്കെ. നമ്മളിപ്പോൾ വിബ്രിയോ സ്പീഷീസിനെയൊക്കെയാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് സോൾട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് സോൾട്ടുള്ള TCBS ഒക്കെ പോലുള്ള മീഡിയ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ജനറൽ പർപ്പസ് മീഡിയ, പക്ഷേ നമ്മൾ എന്താണ് ഇപ്പോൾ കോളിഫോംസിനെയൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ നമുക്ക് ബേസായിട്ട് ഒരു നോർമൽ മീഡിയയിൽ നമ്മൾ ന്യൂട്രിയൻ്റ് അഗാറിലൊക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ കിട്ടി നമുക്ക് അതിനൊന്ന് വളർത്തണം, ജസ്റ്റ് അങ്ങ് നമ്മൾ വളർത്തുകയാണല്ലേ. പക്ഷേ എന്താ പറയാനാ, അതിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോൾ ഈക്കോളേൻ്റെയൊക്കെ ഫൈനലായിട്ട് നമ്മളത് അറിയാൻ വേണ്ടി കൺഫർമേറ്ററി ടെസ്റ്റുകളില്ലേ, അതിനൊക്കെ നമ്മൾ EMB അഗാറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അല്ല പറയുന്നത്, ജനറലി നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആരെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മീഡിയക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മീഡിയനെ പറയുന്ന പേരാണ് ജനറൽ പർപ്പസ് മീഡിയ. ആസ് എ റൂൾ
These media are non-synthetic, complex, and contain a mixture of nutrients that could support the growth of a variety of bacteria and fungi. Examples include ഏതൊക്കെയാണ് example? Nutrient agar, nutrient broth, brain heart infusion, then trypticase, soy agar, TSA agar. TSA is a complex medium that contains partially digested milk protein casein, soybean digest, NaCl and agar. ഓക്കെ, അത് TSAൻ്റെ കമ്പോസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ജനറൽ പർപ്പസ് മീഡിയയ്ക്കകത്ത് വരുന്ന എക്സാമ്പിളാണ്. ഇനി എന്താണ് എൻറിച്ച്ഡ് മീഡിയ നോക്കുക. ആൻ എൻറിച്ച്ഡ് മീഡിയം കണ്ടെയ്ൻസ് കോംപ്ലെക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് ബ്ലഡ്, സീറം, ഹീമോഗ്ലോബിൻ ഓർ സ്പെഷ്യൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ദാറ്റ് സർട്ടൻ സ്പീഷീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു ഗ്രോ. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയം എന്ന് പറയുമ്പോൾ ചില അത് കോംപ്ലെക്സ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ചേർന്നിട്ടുള്ളൊരു മീഡിയം ആയിരിക്കും. അതായത് ചില സ്പെഷ്യൽ ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ളവർ, ചില ഗ്രോത്ത് ഫാക്ടേഴ്സ് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അത് പ്രൊവൈഡ് ചെയ്ത് വളർത്തിയെടുക്കും. ഓക്കെ, എന്താണ് അവർക്ക് വേണ്ടത്? ഇപ്പോൾ ബ്ലഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്ലഡിന് നമ്മുടെ അഗാറുമായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ എൻറിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് വിറ്റാമിൻസ് ആൻഡ് അമിനോ ആസിഡ്സ് ദാറ്റ് ദ മൈക്രോബ്സ് കനോട്ട് സിന്തസൈസ് ദംസെൽസ്. ഓക്കെ, അതായത് ആ മൈക്രോബ്സിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബട്ട് അങ്ങനെ ഒരു ഗ്രോത്ത് എൻവയോൺമെൻറ്റിലോട്ട് കൊടുക്കുമ്പോൾ അവരതിനെ യൂസ് ചെയ്ത് അവരവിടെ അവരവിടെ കോളനീസ് ഫോം ചെയ്യും. സോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയനെ നമ്മൾ എൻറിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയത്തിൻ്റെ പേരാണ് എൻറിച്ച്ഡ് മീഡിയം. ഇനി ബാക്ടീരിയ ദാറ്റ് റിക്വയർ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആൻഡ് കോംപ്ലെക്സ് ന്യൂട്രിയൻസ് ആർ ടേംഡ് ഫെസ്റ്റീഡിയസ്. ഫെസ്റ്റീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അവർക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് ഫാക്ടറോ പെർട്ടിക്കുലർ കോംപ്ലെക്സ് ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ബാക്ടീരിയകളെ നമ്മൾ പറയുന്നതാണ് ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസ് എന്ന് പറയും. ഓക്കെ, അവരുടെ മീഡിയനെ നമ്മൾ ഫെസ്റ്റീഡിയസ് മീഡിയ എന്നൊക്കെ പറയാറ്, കൾച്ചർ മീഡിയ എന്നൊക്കെ പറയും. അടുത്ത് നോക്കിയേ, ബ്ലഡ് അഗാർ. ബ്ലഡ് അഗാർ വിച്ച് ഈസ് മെയ്ഡ് ബൈ ആഡിങ് സ്റ്റെറൈൽ ആനിമൽ ബ്ലഡ് ടു എ സ്റ്റെറൈൽ അഗാർ ബേസ്. ബ്ലഡ് അഗാർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള അഗാർ ബേസിലോട്ട് ഇട്ട് കൊടുക്കുന്ന സ്റ്റെറൈൽ ആനിമൽ ബ്ലഡ്, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞൊരു മീഡിയ കിട്ടുന്നത്. അതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഫെസ്റ്റീഡിയസ്, സ്ട്രെപ്റ്റോകോക്കൈ ആൻഡ് അതർ പാത്തജൻസ്. ഈ സ്ട്രെപ്റ്റോകോക്കയൊക്കെ ഇല്ലേ, അതുപോലെ ഉള്ള അവരെയും അതുപോലെ അവനെ പോലെയുള്ള മറ്റു പാത്തജൻസിനെയൊക്കെ, അവരൊക്കെ ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസ് ആണ്. ഈ ബ്ലഡ് ഉണ്ടെങ്കിലേ അവർക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. സോ അവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് ഇപ്പോൾ ബ്ലഡ് അഗാർ പറഞ്ഞത്. ഇതെന്തിനകത്ത് വരുന്നതാണ്? നമ്മൾ ഈ പറഞ്ഞ എൻറിച്ച്ഡ് മീഡിയയ്ക്കുള്ളിൽ വരുന്നതാണ്. അതുപോലെ പാത്തജനിക് നൈസീരിയ, യെർസീനിയ സ്പീഷീസ് ആർ ഓഫൺ സബ് കൾച്ചർഡ് ഓൺ ചോക്ലേറ്റ് അഗാർ. ചോക്ലേറ്റ് അഗാർ എന്താണ്? വിച്ച് ഈസ് മെയ്ഡ് ബൈ ഹീറ്റിംഗ് ബ്ലഡ് അഗാർ ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ചോക്ലേറ്റ്, ഇറ്റ് ജസ്റ്റ് ദാറ്റ് അപ്പിയറൻസ്. ഓക്കെ, അതായത് ചോക്ലേറ്റ് അഗാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചോക്ലേറ്റ് ഉള്ള അഗാർ അല്ല, ബ്ലഡ് അഗാറിനെ ഹീറ്റ് ചെയ്യും, അപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആവത്തില്ലേ? സോ അതിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ചോക്ലേറ്റ് അഗാർ എന്ന് പറയും. അതും ഒരു എൻറിച്ച്ഡ് മീഡിയയാണ്. ആർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്? പാത്തജനിക് ആയിട്ടുള്ള നൈസീരിയ, യെർസീനിയ സ്പീഷീസിനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ചോക്ലേറ്റ് അഗാറിനെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനകത്താണ് വരുന്നത്? എൻറിച്ച്ഡ് മീഡിയയ്ക്കകത്താണ് വരുന്നത്. ഇനി നമുക്ക് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ നോക്കാം. എന്തൊക്കെയാണ് സെലക്റ്റീവ്? സം ഓഫ് ദി ക്ലെവറസ്റ്റ്. ഓക്കെ, ദീസ് മീഡിയ ആർ ഡിസൈൻഡ് ഫോർ സ്പെഷ്യൽ മൈക്രോബിയൽ ഗ്രൂപ്പ്സ് ആൻഡ് they have extensive applications in isolation and identification. They can permit in a single step the preliminary identification. ഓക്കെ, അതായത് സെലക്റ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു പെർട്ടിക്കുലർ മൈക്രോബ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ മാത്രം ഐസൊലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സെലക്റ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നോക്കിയേ, സെലക്റ്റീവ് മീഡിയം. ഒരു സെലക്റ്റീവ് മീഡിയത്തിനകത്ത് എന്തൊക്കെയായിരിക്കും അടങ്ങിയിരിക്കുന്നത്? കണ്ടെയ്ൻസ് വൺ ഓർ മോർ ഏജൻറ്റ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് എ സർട്ടൻ മൈക്രോബ് ഓർ മൈക്രോബ്സ്. അപ്പോൾ ഈ ഒരു സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെന്ന് പറയാനാ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ആ സാമ്പിളിനകത്ത് നമുക്ക് വേണ്ട ആൾക്കാരും കാണും, വേണ്ടാത്ത ആൾക്കാരും ഒക്കെ കാണും. അപ്പോൾ ഈ വേണ്ട ബാക്ടീരിയനെ മാത്രം വളർത്തിയെടുക്കുകയും മറ്റുള്ള ബാക്ടീരിയകളുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഏജൻറ്റ്സ് സെലക്റ്റീവ് മീഡിയയ്ക്കകത്ത് ഉണ്ടാവും. ഓക്കെ, ദിസ് ഡിഫറൻസ് ഫേവേഴ്സ് ഓർ സെലക്ട്സ്. ഓക്കെ, സെലക്ട്സും അത് തന്നെയാണ്. അപ്പോൾ ഒന്നിനെ വളർത്തും, മറ്റൊന്നിനെ ഇൻഹിബിറ്റ് ചെയ്യും. അത്തരത്തിലുള്ള മീഡിയയാണ് സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൈമറി ഐസൊലേഷൻ ഓഫ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഫ്രം സാമ്പിൾസ് കണ്ടെയ്നിങ് മിക്സ്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്. ഓക്കെ, നമ്മൾ ഈ ഫീസസ്, സലൈവ, സ്കിൻ, വാട്ടർ, സോയിൽ ഇത്തരത്തിലുള്ള സാമ്പിൾസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഈ സാമ്പിളിനകത്തൊക്കെ
ന്യൂമറസ് ഓർഗനിസംസ്, വെറൈറ്റി ഓഫ് ഓർഗനിസംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള ബാക്ടീരിയകളെ എന്ത് ചെയ്യണം, അവരുടെ ഗ്രോത്തിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ത്, സെലക്റ്റീവ് മീഡിയ ഇവിടെ യൂസ് ചെയ്താൽ മതി, നമ്മുടെ ആ ഒരു പർപ്പസ് അവിടെ നടക്കും. They hasten isolation by suppressing the unwanted background organisms and allowing growth of the desired ones. ഓക്കെ, അപ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഓർഗനിസംസിനെയൊക്കെ അപ്പോൾ തന്നെ അവർ ഇൻഹിബിറ്റ് ചെയ്യും, ബാക്കിയുള്ളവരെ ഐസൊലേറ്റ് ചെയ്ത് വളർത്തി കാണിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈറബിൾ ഓർഗനിസത്തിൻ്റെ കോളനി മാത്രം എന്തിൽ കാണും, നമ്മുടെ മീഡിയയിൽ വളർന്ന് നിൽക്കും. നോക്കിക്കേ, MSA മാനറ്റോൾ സോൾട്ട് അഗാർ. മാനറ്റോൾ സോൾട്ട് അഗാർ കണ്ടെയ്ൻസ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് NaCl. 7.5% വരെയുള്ള NaCl കോൺസെൻട്രേഷൻ അടങ്ങിയ ഒരു അഗാറാണ് മാനറ്റോൾ സോൾട്ട് അഗാർ. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻഹിബിറ്ററി ടു മോസ്റ്റ് ഹ്യൂമൻ പാത്തജൻസ്. ഇവർ മിക്കവാറും ഹ്യൂമൻ പാത്തജൻസിന് ഇൻഹിബിറ്ററി ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. വൺ എക്സെപ്ഷൻ ഈസ് ദി ജീനസ് സ്റ്റെഫൈലോകോക്കസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആര് മാത്രം, സ്റ്റെഫൈലോകോക്കസ് മാത്രമേ ഇതിനകത്ത് അവർക്ക് മാത്രമേ ഇതിനുള്ളിൽ വളരാൻ പറ്റത്തുള്ളൂ. വിച്ച് ഗ്രോസ് വെൽ ഇൻ ദിസ് മീഡിയം ആൻഡ് കോൺസിക്വൻ്റ്ലി ക്യാൻ ബി ആംപ്ലിഫൈഡ് ഇൻ മിക്സഡ് സാമ്പിൾസ്. അപ്പോൾ നമ്മുടെ ഒരു സാമ്പിൾ, ഒരു മിക്സഡ് സാമ്പിളാണ് കിട്ടുന്നത്, കുറേ പാത്തജൻസിൻ്റെ ഒരു മിക്സഡ് സാമ്പിളാണ് കിട്ടുന്നത്. അതിനകത്ത് സ്റ്റെഫൈലോകോക്കസിൻ്റെ ഗ്രോത്ത് ഉണ്ടോ, അവരുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമുക്ക് അവരെ ജസ്റ്റ് എന്ത് ചെയ്യണം, ആ ക്രൂഡായിട്ടുള്ള സാമ്പിളിൽ നിന്ന് ജസ്റ്റ് അവരെ 1 or 2 ഡ്രോപ്സിന് എന്ത് ചെയ്യാണ്, നമ്മൾ MSA അഗാറിനകത്തോട്ട് ഇനോക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആഫ്റ്റർ ഇൻക്യുബേഷൻ നമുക്ക് കിട്ടുന്നവരെല്ലാവരും ആരായിരിക്കും, കോളനീസ് ഫോം ആയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും സ്റ്റെഫൈലോകോക്കസിൻ്റെ കോളനീസ് ആയിരിക്കും. Bile salts, a component of feces, inhibit most gram-positive bacteria while permitting many gram-negative rods to grow. Media for isolating intestinal pathogens, Mekong agar, Hecton, enteric agar, He agar, contain bile salts as a selective agent. പിന്നെ ഇനി ഇതിനകത്ത് എക്സാമ്പിൾ, ഓക്കെ, ഇത്രയൊക്കെ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഇനി ഡിഫറൻഷ്യൽ മീഡിയ, ഇപ്പോൾ നമ്മൾ നോക്കിയത് സെലക്റ്റീവ് മീഡിയ ആണല്ലേ, മറ്റുള്ളവരെ ബാക്ക്ഗ്രൗണ്ട് ഓർഗനിസംസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. ഇനി ഡിഫറൻഷ്യൽ മീഡിയ നോക്കാം. ഡിഫറൻഷ്യൽ മീഡിയ ഗ്രോ സെവറൽ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗനിസംസ് ബട്ട് ആർ ഡിസൈൻഡ് ടു ബ്രിങ് ഔട്ട് വിസിബിൾ ഡിഫറൻസസ് എമംഗ് ദീസ് മൈക്രോ ഓർഗനിസംസ്. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനിസത്തിൻ്റെ ഒരു കൾച്ചറാണ്, സാമ്പിളാണ് അതിനകത്തോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും വളർന്നോളും, പക്ഷെ നമുക്ക് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസസ് ഓരോ കോളനീസും തമ്മിലും ഉണ്ടാവും. നോക്കിയാൽ ഡിഫറൻസസ് ഷോ അപ്പ് ആസ് വേരിയേഷൻസ് ഇൻ കോളനി സൈസ് ഓർ കളർ. ഒന്നുകിൽ കോളനി സൈസിൻ്റെയോ അല്ലെങ്കിൽ കളറിൻ്റെയോ വ്യത്യാസം അവിടെ കാണിക്കും. പിന്നെ ഇൻ മീഡിയ കളർ ചേഞ്ചസ് ഓർ ഇൻ ദി ഫോർമേഷൻ ഓഫ് ഗ്യാസ് ബബിൾസ് ആൻഡ് പ്രസിപ്പിറ്റേറ്റ്സ്. അവിടെ എന്തായിരിക്കും, ചിലപ്പോൾ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യാതിരിക്കാം, പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ കാണിക്കും. സോ അതിൽ നിന്ന് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് ഇതിനകത്തുനിന്ന് അവരെ മാത്രം പിക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ. സിംഗിൾ കോളനി ആയിട്ടല്ലേ ഓരോരുത്തരും ഓരോ കോളനി ഫോമിങ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. സോ നമുക്ക് അതിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഫർദർ കൺഫർമേറ്ററി ടെസ്റ്റിനോട്ട് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറൻഷ്യൽ മീഡിയയുടെ കാര്യങ്ങളിൽ വരുന്നത്. ഇനി എക്സാമ്പിൾസ് ഓഫ് സെലക്റ്റീവ് മീഡിയ ഏജൻറ്റ്സ് ഫംഗ്ഷൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. എന്തൊക്കെയാണ്, മാനറ്റോൾ സോൾട്ട് അഗാർ ആണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന സെലക്റ്റീവ് ഏജൻറ്റ് 7.5% NaCl അവനുള്ളത് കാരണമാണ് ഇതിനെ നമുക്ക് എന്തിനു വേണ്ടി മാത്രം വളർത്തിയെടുക്കാൻ പറ്റും, സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ ഐസൊലേഷന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ എൻട്രോകോക്കസ് ഫീക്കാലിസ് ബ്രോത്ത് ഉണ്ട്, അതിനകത്തുള്ള സെലക്റ്റീവ് ഏജൻ്റ് ആണ് സോഡിയം അസൈഡും അതുപോലെ ടെട്രാസോളിയോ. സോ വി ക്യാൻ യൂസ് ദിസ് മീഡിയ ഫോർ ഐസൊലേഷൻ ഓഫ് ഫീക്കൽ എൻട്രോകോക്കായി. ദെൻ PE അഗാർ ഉണ്ട്, ഫിനൈൽ എഥനോൾ അഗാർ. അതിനകത്ത് വരുന്ന സെലക്റ്റീവ് ഏജൻ്റ് ആണ് ഫിനൈൽ എഥനോൾ ക്ലോറൈഡ്, യൂസ്ഡ് ഫോർ ദി ഐസൊലേഷൻ ഓഫ് സ്റ്റെഫൈലോകോക്കായി ആൻഡ് സ്ട്രെപ്റ്റോകോക്കായി. പിന്നെ ടൊമാറ്റോ ജ്യൂസ് അഗാർ, അതിനകത്തുള്ളത് ടൊമാറ്റോ ജ്യൂസ് ആസിഡും ഐസൊലേഷൻ ഓഫ് ലാക്ടോബാസിലൈ ആൻഡ് ഫ്രം സലൈവ. മെക്കോങ്കി അഗാർ ബയൽ ക്രിസ്റ്റൽ വയലറ്റ് ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സെലക്റ്റീവ് ഏജൻസ്, യൂസ്ഡ് ഫോർ ദി ഐസൊലേഷൻ ഓഫ് ഗ്രാം നെഗറ്റീവ് എൻഡറിക്സ്. ദെൻ EMB എന്താണ്, ഐസൊലേഷൻ ഓഫ് കോളിഫോം ബാക്ടീരിയ. അതിനകത്ത് അടങ്ങിയിട്ടുള്ള സെലക്റ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് ബൈലും ഡൈസും ഒക്കെയാണ്. ദെൻ സാൽമോണല്ല ഷിജല്ല അഗാറുണ്ട്, അതിനകത്ത് ബൈലും സിട്രേറ്റും ബ്രില്യൻ്റ് അഗ്രീനും ഒക്കെ ആയിരിക്കും സെലക്റ്റീവ് ഏജൻ്റ് ആയിട്ടിരിക്കുക. ആരുടെ ഐസൊലേഷൻ
ഐസൊലേഷന് വേണ്ടിയിട്ടാണ് ഐസൊലേഷൻ ഓഫ് സാൽമോണല്ല ആൻഡ് ഷിജല്ല. ദെൻ SAB സാബ്രോഡ് അഗാർ, എന്തിനാണ് സാബ്രോഡ് അഗാർ അല്ലെങ്കിൽ സാബ്രോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്ത് ഇവരുടെ pH എന്ന് പറയുന്നത് 5.6 ആയിരിക്കും. ഓക്കെ, pH ഓഫ് 5.6, ഇതൊരു ആസിഡിക് pH. ഇത് ആരെ ഇൻഹിബിറ്റ് ചെയ്യും? ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യും, ഫംഗസിനെ വളർത്തുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഈ സാബ് അഗാർ യൂസ് ചെയ്തിട്ട് സാബ് അഗാറിനെ നമുക്ക് ഫംഗസിൻ്റെ സെലക്റ്റീവ് മീഡിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ എക്സാമ്പിൾസ് ഓഫ് ഡിഫറൻഷ്യൽ മീഡിയ നോക്കുക. മീഡിയം പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റൻസസ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിഫറൻസിയേഷൻ. ആരൊക്കെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് അഗാർ നോക്കിയാൽ, ബ്ലഡ് അഗാർ അതിനകത്ത് ഇൻടാക്റ്റ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവും. പിന്നെ ഇവർ ഇത് ഹീമോളിസിസിൻ്റെ ബേസിലായിരിക്കും ഡിഫറൻസിയേഷൻ കാണിക്കുന്നത്. ദെൻ MSA മാനിറ്റോൾ സോൾട്ട് അഗാർ ആണെങ്കിൽ അവർ സ്റ്റഫൈലോകോക്കസിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഹെക്ടോണിക് എൻട്രിക് അഗാർ, HE അഗാർ ആണെങ്കിൽ സാൽമോണല്ല, ഷിജല്ല ആൻഡ് അതർ ലാക്ടോസ് നോൺ ഫെർമെൻറ്റേഴ്സ് ഫ്രം ഫെർമെൻറ്റേഴ്സ്. H2S റിയാക്ഷൻസ് ആർ ഓൾസോ ഒബ്സർവബിൾ, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ദെൻ മെക്കോങ്കി അഗാർ ആണെങ്കിൽ അതിന് എന്തൊക്കെയാണ്? ബാക്ടീരിയ ദാറ്റ് ഫെർമെൻറ്റ് ലാക്ടോസ്, അതായത് ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മെക്കോങ്കി അഗാർ യൂസ് ചെയ്യുന്നത്. ദെൻ ഇയോസിൻ മെഥിലിൻ ബ്ലൂ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മെക്കോങ്കി അഗാർ പോലെ തന്നെ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് EMB അഗാർ യൂസ് ചെയ്യാം. പിന്നെ യൂറിയ ബ്രോത്ത് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ദാറ്റ് ഹൈഡ്രലൈസ് യൂറിയ ടു അമോണിയ ആൻഡ് ഇൻക്രീസ് ദ pH. അമോണിയനെ യൂറിയ ബ്രോത്തിനകത്തുള്ള ഈ യൂറിയ ബ്രോത്തിനകത്തുള്ള യൂറിയനെ ഹൈഡ്രലൈസ് ചെയ്ത് അമോണിയ ആക്കുമ്പോൾ pH ഇൻക്രീസ് ചെയ്യും. അതിന് കപ്പാസിറ്റിയുള്ള, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ കപ്പാസിറ്റിയുള്ള ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂറിയ ബ്രോത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ സൾഫർ ഇൻഡോൾ മോട്ടിലിറ്റി മീഡിയം, ഇതിനകത്ത് ഇതിൽ നമുക്ക് എന്തൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? H2S ഗ്യാസ് പ്രൊഡ്യൂസേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, മോട്ടൈലായിട്ടുള്ളവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇൻഡോൾ ഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ, ഫോർമേഷൻ നടത്താൻ പറ്റുന്നവരെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുപോലെ TSIA ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ, ഇതിൽ നിന്ന് നമുക്ക് ആരെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ്, H2S പ്രൊഡക്ഷനൊക്കെ. ദെൻ XLD അഗാർ നോക്കി വയ്ക്കുക, ക്യാൻ ഡിഫറൻഷിയേറ്റ് എൻട്രോബാക്ടർ, എസ്കിരീഷ്യ, പ്രോട്ടിയസ്, പ്രൊവിഡൻഷ്യ, സാൽമോണല്ല ആൻഡ് ഷിജല്ല. അപ്പോൾ ഇനി നമുക്ക് മിസ്ലിനിയസ് മീഡിയ കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. മിസ്ലിനിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ്യൂസിങ് മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, അസേ മീഡിയ, ഇതൊക്കെ വരുന്നവരാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ പഠിപ്പിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ റിവിഷൻ ബാച്ച് സിലബസ് വന്നാൽ, ഒഫീഷ്യൽ സിലബസ് വന്നാൽ മാത്രമേ അനൗൺസ് ചെയ്യത്തുള്ളൂ. മറ്റേ FSO ബാച്ചിലും ലാബ് അസിസ്റ്റൻറ്റ് ബാച്ചിലും ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ ആഴ്ച തന്നെ അഡ്മിഷൻ എടുക്കുക. പിന്നെ FSOക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ടൈമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഡെയിലി ടൈം ടേബിൾ വെച്ച് തരുന്നത് കാരണം വളരെ വളരെ കുറച്ച് പോർഷൻ മാത്രമേ FSOക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നോക്കുക, എല്ലാം നല്ല രീതിയിൽ പെൻഡിങ് ഒന്നും ഇല്ലാണ്ട് പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.